KGF-ഉം പുഷ്പയുമൊക്കെ വന്ന് മലയാളക്കര കീഴടക്കി പോയപ്പോൾ മലയാളി കൊട്ടും കുരവയുമായി ആർത്ത് വിളിച്ചപ്പോഴും ഇങ്ങനെയൊന്നും നമുക്കില്ലല്ലോ എന്ന് നമുക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. കേരളത്തിന്റെ ആ പ്രാദേശിക അഭിമാന ബോധത്തിലേക്കാണ് പൃഥ്വിരാജ് എമ്പുരാനിലൂടെ സേഫ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. മേക്കിംഗ് കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും മലയാളം പറയുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമ തന്നെയാണ് എമ്പുരാൻ. മോഹൻലാലും മഞ്ജു വാര്യരും പൃഥ്വിരാജും സുരാജ് വെഞ്ഞാറമൂടും ബൈജും സന്തോഷും തൊട്ട് പേരറിയാത്ത വിദേശ അഭിനേതാക്കൾ വരെ തകർത്തിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തവർക്ക് ഓരോ ഫ്രെയിമും മുതലാകുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ. സിനിമയിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പേരിൽ മോഹൻലാലിനും പൃഥ്വിരാജിനും മുരളി ഗോപിക്കുമെതിരെ നടക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. കാശ്മീർ ഫയൽസും കേരള സ്റ്റോറീസും തുടങ്ങി നട്ടാൽ കിളിർക്കാത്ത നുണയും അപരമത വിദ്വേഷങ്ങൾ ഇറക്കിയ സിനിമകളുടെ പേരിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചവർ തന്നെയാണ് എമ്പുരാനെതിരെ കടന്നു വന്നിരിക്കുന്നത്. ബജറംഗി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് തങ്ങളെ എന്ന തിരിച്ചറിവിന് എന്തായാലും അഭിവാദ്യങ്ങൾ. ആ തിരിച്ചറിവ് നാളുകളിലേക്കുള്ള തിരുത്തലുകളാകട്ടെ. എന്തായാലും സംഘപരിവാറിന്റെ വിദ്വേഷത്തിന്റെ ഫാക്ടറിയിലെ വെറുപ്പ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിനെതിരെ എറിയാൻ ശ്രമിച്ചാൽ നടക്കില്ല എന്ന് മനസ്സിലായി കാണും. ഇപ്പോൾ ഈ വിദ്വേഷം കൊണ്ടുവരുന്നത് അവരുടെ തന്നെ ആൾക്കാരെ കുത്തി നിറച്ച സെൻസർ ബോർഡിലേക്കാണ്. പുരികക്കൊടി തൊട്ട് വിരലുകൾ വരെ അഭിനയിക്കുന്ന മഹാപ്രതിഭ എന്ന ഈ നടനെ വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ പല പതിറ്റാണ്ട് കാലത്തായി അദ്ദേഹം പകർന്നാടിയ വേഷങ്ങൾ കണ്ടിട്ടാണ്. മലയാളത്തിന്റെ തലപ്പൊക്കമുള്ള 2 ബ്രാൻഡുകളിൽ ഒന്നാണ് മോഹൻലാൽ, ദ ബിഗ് എംസ്. അതിനൊരു കോട്ടം വരുത്താനുള്ള കെൽപ്പൊന്നും ബജറംഗികൾക്ക് വാളയാർ അതിർത്തിക്കിപ്പുറം ഈ നാട് തന്നിട്ടില്ല. സബർമതി പുഴയിലൂടെ എത്ര വെള്ളം ഒഴുകിപ്പോയാലും അതിൽ നിങ്ങൾ എത്ര കഴുകിയാലും മായാത്ത കറയാണ് നിങ്ങളുടെ ചെയ്തുകളിലൂടെ നിങ്ങളുടെ ശരീരത്തിലുള്ളത്. ആഴുക്കിന്റെ അഹങ്കാരത്തിൽ മോഹൻലാലും സിനിമയ്ക്കും നേരെ ചാടണ്ട എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാളികൾ പറയുന്നു. ഒരു പക്ക പാൻ ഇന്ത്യൻ മാസ് സിനിമയിൽ ഹിന്ദുത്വ രാഷ്ട്രത്തിനെതിരെ ഇത്ര പച്ചയ്ക്ക് രാഷ്ട്രീയം പറയാൻ ധൈര്യം കാണിച്ച മുരളി ഗോപിക്കും പൃഥ്വിരാജിനുമാണ് ഇന്നത്തെ ആദ്യത്തെ കയ്യടി.